माननीय सरकारी दत्ता जी। आज के इस समर्पण सभा समारोह के सम्माननीय अध्यक्ष माननीय प्रांत संघ चालक श्री बलराम जी, आज हम सबके लिए आशीर्वचन देने आए संपूज्य अमृता कृपानंद गिरी महाराज जी, माननीय विभाग संघ चालक एडवोकेट श्रीनिवासन जी, माननीय जिला संघ चालक श्री रामचंद्रन जी, माननीय खंड संघ चालक श्री अशोकन जी, इस पलसी राजा सांस्कारिक समिति के सम्मान्य अध्यक्ष बिजू जी, यहाँ उपस्थित सभी संघ के सम्माननीय अधिकारी वृंद, इस ग्राम के कुतुपरंबा खंड के समस्त समाज के सज्जन बंधु, स्वयंसेवक बंधुओं, श्रद्धेय माता भगिनी, सभी को आपका नमस्कार। और जिस प्रकार आपने अत्यंत स्नेह से, प्रेम से पूज्य स्वामी जी के और मेरे स्वागत किया और यहाँ आपने सम्मान दिया, इस ग्राम के समिति के ग्राम के लोगों ने भी हमारे सम्मान किया। आप सभी के इस स्नेह के लिए मैं हृदय से धन्यवाद देना चाहता हूँ। പഴശ്ശിരാജ സാംസ്കാരിക സമിതിയുടെ ഈ സമർപ്പണത്തിൻ്റെ സമാരോഹ സഭയിൽ ഈ മഹാചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഉത്തര കേരള പ്രാന്ത സംഘചാലക് മാനനീയ ബൽറാം ജി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ അനുഗ്രഹ ഭാഷണത്തിലൂടെ നമ്മളേവരെയും അനുഗ്രഹിച്ച സംപൂജ്യ അമൃത കൃപാനന്ദ മഹാരാജ് ജി, ഈ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന മാന്യ വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസൻ, മാന്യ ജില്ലാ സംഘചാലക് സി പി രാമേന്ദ്രട്ടൻ, ഈ ഗണ്ടിൻ്റെ മാന്യ സംഘചാലക് ശ്രീ അശോകൻ ജി, അതുപോലെ തന്നെ ഈ മഹത്തായ കാര്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിച്ച പഴശ്ശിരാജ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷൻ ശ്രീ ബിജു, ഉപസ്ഥിതരായിരിക്കുന്ന മുഴുവൻ ബന്ധുജനങ്ങളെ, കൂത്തുപറമ്പ് ഗണ്ടിലെ മുഴുവൻ നല്ലവരായ സ്വയംസേവകരെ, സജ്ജനങ്ങളെ, പ്രത്യേകിച്ചും അമ്മമാരെ, സഹോദരിമാരെ, ഈ പരിപാടിയിൽ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എൻ്റെയും സംപൂജ്യ സ്വാമിജിയുടെയും സാന്നിധ്യത്തെ വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത് ഈ പരിപാടിയെ ധന്യരാക്കിയ ഈ പ്രദേശവാസികളെ ഏവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്, ആശംസകൾ അർപ്പിക്കുകയാണ്। आज के कार्यक्रम की विशेषता के बारे में पूज्य स्वामी जी ने और माननीय प्रांत संघ चालक जी ने संक्षेप में बहुत अर्थपूर्ण ढंग से उन्होंने इसके महत्व को हमारे सम्मुख प्रस्तुत किया है। पलसी राजा सांस्कारिक निलयम, इसके लोकार्पण का कार्यक्रम वैसे तो एक भवन है, एक ईंट से, पत्थर से, सीमेंट से बनाया हुआ एक भवन है, इसके लोकार्पण का कार्यक्रम है। परंतु केवल एक भौतिक भवन के लोकार्पण है इसलिए इसका महत्व नहीं है। इसके एक सामाजिक और सांस्कृतिक दृष्टि से जो इसके महत्व है उसके बारे में आपने पूज्य स्वामी जी ने और बलराम जी ने उसका उल्लेख किया ही है। ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയെക്കുറിച്ച് സംപൂജ്യ സ്വാമിജിയും അതുപോലെ മാന്യ സംഘചാലകും വളരെ വിശദമായി നമ്മുടെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞു। പഴശ്ശിരാജ സാംസ്കാരിക സമിതിയുടെ കെട്ടിടത്തിന്റെ കേവലമായ സമർപ്പണമല്ല ഈ ചടങ്ങിൽ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു ഭവനമാണ്, സിമന്റിലും കല്ലിലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു കെട്ടിടമാണ്. പക്ഷെ അതൊരു കേവലം അതൊരു കെട്ടിടം എന്നതിലുപരി അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയം, ആദർശം, അതിന്റെ പശ്ചാത്തലം ഒക്കെ വളരെ വിശദമായി സംപൂജ്യ സ്വാമിജിയും മാന്യ പ്രാന്ത സംഘചാലകൻ നമ്മുടെ മുമ്പാകെ വളരെ വിശദമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്.
इस सारे उपक्रम के पीछे के जो मन है, उसके पीछे जिन लोगों ने कार्य किया है वो क्यों कार्यरत हैं, क्यों सक्रिय हैं, उनकी भावना क्या है, महत्व तो इस बात की है। भवन तो कोई भी बना सकता है, लेकिन भवन क्यों बनाया, बनाने वाले लोगों के जो मन के अंदर के भावनाएं हैं, समाज के प्रति संवेदना है, एक विचार के प्रति श्रद्धा है, उसके महत्व के कारण भवन के महत्व बढ़ जाता है। ഈ കെട്ടിടം സമർപ്പിച്ച് ഈ കെട്ടിടം സമ്പൂർണ്ണമാക്കിയവരുടെ അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകളുടെ അതിന് പിന്നിലെ മനസ്സെന്താണ്, അവർ എന്തിനു വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങൾ തിരിച്ചറിയുന്ന സമയത്താണ് ഈ സമർപ്പണത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. അവരെന്തുകൊണ്ട് ദീർഘകാലം ഇതിന്റെ പ്രവർത്തനത്തിന് ഏതൊരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതിനു വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചത്, ഈ കാര്യങ്ങളാണ് ഇതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നത്. 42 साल 42 इयर्स के पहले यहाँ संघ की एक शाखा प्रारंभ हुई। संघ के कार्य जैसे अभी कहा गया व्यक्ति निर्माण और समाज के संगठन के लिए समर्पित राष्ट्रीय अभियान है, एक देशीय अभियान है। तो इस दृष्टि से एक छोटे से गांव में, यहाँ के एलुकेरी ग्राम में कुछ अपने समाज के व्यक्ति एक शाखा प्रारंभ किए, तो एक दूर की दृष्टि समाज के अंदर संगठन के आधार पर, संगठित शक्ति के द्वारा समाज की सेवा करनी चाहिए, समाज के लोगों के खुशहाली होनी चाहिए, उन्नति होनी चाहिए, उनके जीवन में शांति, सुख और समृद्धि की वर्षा होनी चाहिए। तो इसलिए समाज के प्रति उस संवेदना के कारण जो कार्य प्रारंभ हुआ, उस कार्य के जो पौधा लगाया 40 साल पहले, वो धीरे धीरे वो पौधा इतने बड़े एक वृक्ष बनकर आज सैकड़ों लोगों को छाव भी दे रहा है, उसका फल भी हमें दिखाई दे रहा है. 42 വർഷം മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 42 വർഷം മുമ്പ് ഈ ചെറിയ ഗ്രാമത്തിൽ ശാഖ ആരംഭിച്ചു. നേരത്തെ ഇവിടെ മാന്യ സംഘചാലകർ സൂചിപ്പിച്ചതുപോലെ വ്യക്തി നിർമ്മാണം അതുവഴി രാഷ്ട്ര നിർമ്മാണം എന്നുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും അറിയാം അതൊരു ദേശീയ ദൗത്യമാണ്. നമ്മളതെല്ലാം വളരെ വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 42 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആളുകൾ ഇതേ ദീർഘദൃഷ്ടിയോടുകൂടി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സമാജത്തിന്റെ വിവിധങ്ങളായ സമാജത്തിലെ മുഴുവൻ ആളുകളെയും അവരുടെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ദീർഘദൃഷ്ടിയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മഹാവൃക്ഷമായി വലിയ തോതിൽ തണൽ നൽകുന്ന ആ തണലിന്റെ കീഴിൽ നമുക്ക് ഏവർക്കും സംഘടിച്ചു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇന്നിത് വളർന്നിരിക്കുന്നു. इस प्रांत में केरल में और उत्तर केरल के कन्नूर, तलेसरी, कूतपरंबा, इन सारे ग्रामों में संघ के कार्य के जो यात्रा है वह आसान यात्रा नहीं रही है. समाज के लोगों को संगठित करते समय कई प्रकार के बाधाओं को, कई प्रकार के विरोध को सामना करते हुए, लेकिन अंदर के श्रद्धा को बनाए रखने के कारण, समाज के प्रति एक समर्पण भाव निरंतर जागृत रहने के कारण, समाज के प्रति अपने कर्तव्य के बारे में एक क्षण भी न भूलने के कारण यहाँ के स्वयंसेवकों ने सैकड़ों हजारों लोगों को जोड़ते हुए समाज के अंदर एक आत्मविश्वास का उन्होंने निर्माण किया. और बाधा कुछ भी हो, समाज के प्रति अपने कर्तव्य निभाना है, समाज के ऋण चुकाना है. इस दृष्टि से इस कार्य को संपन्न करने में वो सफल हुए. यही इसका एक भवन के संदेश है. കേരളത്തിൽ വിശേഷിച്ചും ഉത്തര കേരളത്തിൽ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ സംഘത്തിന്റെ യാത്ര ചെയ്യുക എന്നുള്ള കാര്യം വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. വിവിധ തരത്തിലുള്ള അക്രമങ്ങൾ, വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ ഈ പ്രവർത്തനത്തിൽ നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ പോലും സംഘത്തിന്റെ സഹജമായ ഭാവന ഉള്ളിൽ നിറച്ചുകൊണ്ട് അനേകായിരം ആളുകളെ സജ്ജനങ്ങളെ കുറിച്ചുള്ള ചിന്തയാൽ, നമ്മുടെ ദേശീയ ദൗത്യം നിർവഹിക്കണമെന്നുള്ള ചിന്തയാൽ
നമ്മൾ നിരന്തരം ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ആത്മവിശ്വാസത്തോടുകൂടി സമാജത്തിനും ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ആ പ്രവർത്തനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. കഠിനമായ വില നൽകുകയാണെങ്കിൽ നമുക്ക് ആയിരങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു. അതിൻ്റെ ഒരു സഫലത നൽകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഈ കെട്ടിടത്തിന്റെ സമർപ്പണത്തിലൂടെ നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. संघ के दृष्टि से समाज परिवर्तन और राष्ट्र निर्माण के कल्पना क्या है? सारी बात सरकार से होनी चाहिए, शासन से होनी चाहिए. ऐसे शासन आधारित सरकारी पोषित समाज के निर्माण अपने भारतीय कल्पना नहीं है. समाज स्वयं शासित हो, समाज अपने स्वावलंबी रूप से आगे बढ़ने चाहिए. सरकार उसके लिए आवश्यक पोषण देना चाहिए. समाज अपने पैरों पर खड़े होने चाहिए. नहीं तो क्या होगा, सरकार से ही हर चीज लेने से समाज दुर्बल हो जाएगा, सरकार अनियंत्रित हो जाएगा. तो इसलिए भारतीय कल्पना यह है, समाज को सबल रखना चाहिए, समाज की सेवा के लिए सरकार है. यह विचार जो है वह ऐसे एक छोटे उपक्रम से स्पष्ट होते जाता है. നമ്മുടെ സേവനത്തെക്കുറിച്ചും നമ്മുടെ ഗ്രാമങ്ങളുടെ സ്വാവലംബത്തെക്കുറിച്ചും നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? സർക്കാരിൽ നിന്ന് നമ്മൾ എപ്പോഴും ഫണ്ട് സ്വീകരിക്കണമെന്നുള്ളതാണ്. ഭാരതീയമായ കാഴ്ചപ്പാട് എന്താണ്? സമാജം സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശേഷി സമാജം നേടിയെടുക്കണം. സർക്കാർ അതിനാവശ്യമായിട്ടുള്ള ഉപകരണം എന്ന രീതിയിൽ അതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടാവും. സർക്കാരിൽ നിന്ന് നിരന്തരമായ സൗജന്യങ്ങളും സർക്കാരിൽ നിന്ന് നിരന്തരമായ പിന്തുണയും ആഗ്രഹിക്കുന്ന സമൂഹം അത് സാമാന്യനെ ദുർബലമായി തീരുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് നമ്മുടെ കാഴ്ചപ്പാടല്ല. സർക്കാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ളതാണ് നമ്മുടെ ഭാരതീയമായ ചിന്താരീതി. तो इसलिए ग्राम के स्वराज्य की बात महात्मा गांधी जी ने बताई. सैकड़ों हजारों वर्षों से भारत के यहाँ के समाज उसी प्रकार एक एक स्थान पर गुरुकुल है, विद्यालय है, मंदिर केंद्रित धर्म और संस्कृति के कई प्रकार के गतिविधियां हैं. ऐसे आर्थिक दृष्टि से कृषि और उद्योग, एक एक गांव में इन बातों को विकसित किए हुए एक समृद्ध समाज भारत के अंदर हजारों वर्षों तक जीवित रहा. ഗ്രാമസ്വരാജ്യത്തെ കുറിച്ച് മഹാത്മാഗാന്ധിജി പറഞ്ഞ കാര്യം നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ സമാജം എത്രയോ വർഷങ്ങളായി അത് പലതരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഗുരുകുലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മുടെ കൃഷി അതുപോലെ തന്നെ ഉദ്യോഗം എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ഗ്രാമങ്ങളും ആയിരക്കണക്കായ വർഷങ്ങളിലൂടെ ഈ സ്വാവലംബന ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വളർത്തിയെടുത്തിട്ടുണ്ട്. तो इसलिए हम देखते हैं, मैं तो पड़ोसी राज्य कर्नाटक से हूं. मैं बचपन से बाल्यकाल से सुनता था कन्ननूर के कपड़े के बारे में, वस्त्र के बारे में, कासरगोड के, पेरला के, कैसे यहाँ हैंडलूम की है इसके बारे में, तो कृषि उत्पन्न के बारे में. तो हमारे लोग ऐसे कई बातों को, या तो कृषि के लिए आवश्यक औजार को, इंप्लीमेंट्स को वो करते थे, बनाते थे, कई प्रकार के उपकरणों को, वस्त्र को बनाते, साबुन बनाते, तेल बनाते हैं. तो हम बाजार पर ज्यादा अवलंबित नहीं थे, बहुत कम चीजों के लिए अवलंबित थे. तो इसलिए ग्राम उद्योग, कुटीर उद्योग के कारण हमारे सभी ग्राम व्यवस्था समृद्ध रही. तो इसी के बारे में विदेशी लोगों ने भी यहाँ जब आए, उन्होंने अपने अवलोकन करके जो रिपोर्ट लिखे हैं, पुस्तक लिखे हैं, इसमें उन्होंने उल्लेख किया है. ഞാൻ തൊട്ടടുത്തുള്ള കർണാടകയിൽ നിന്നുള്ള ആളാണ്. ചെറുപ്പത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചൊരു കാര്യം, അറിയാൻ സാധിച്ചൊരു കാര്യം, കണ്ണൂരിലെ വസ്ത്രങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കാസർഗോഡ്, അതുപോലെ ഈ പ്രദേശങ്ങളിലെ കൃഷി, തേൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ, ഇവിടെ തന്നെ സോപ്പ് നിർമ്മിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തേൻ നിർമ്മാണത്തിൽ നമ്മൾ വളരെ മുമ്പിൽ പോയിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമീണ ജീവിതം ഒരിക്കലും തന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയെ ആശ്രയിച്ചായിരുന്നില്ല മുമ്പോട്ട് പോയത്. നമ്മുടെ ഗ്രാമങ്ങൾ തന്നെ അക്കാര്യത്താൽ, നേരത്തെ പറഞ്ഞ കുടിൽ വ്യവസായങ്ങളുടെ കാര്യത്താൽ വളരെ സമ്പന്നമായിരുന്നു.
സമ്പന്നത നമുക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രദേശം സന്ദർശിച്ചിട്ടുള്ള വിദേശീയരായിട്ടുള്ള ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ ഈ പ്രദേശങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. हम जानते हैं कि पाहियान ह्युएत्सांग जब 1000 वर्ष पहले भारत में यात्रा किए, उन्होंने भारत के समाज के सुख शांति और समृद्धि के बारे में उन्होंने दुनिया को बताया अपने लेख के द्वारा। उन्होंने आर्टिकल्स लिखे, पुस्तक लिखे, तो उन्होंने कहा कैसे यहाँ के लोग जी रहे हैं। एंगस मैडिसन एक बहुत बड़े विश्व के प्रख्यात विद्वान व्यक्ति, जिन्होंने अर्थशास्त्र से बहुत बड़े अर्थशास्त्र के हस्ती रहे, उन्होंने एक रिपोर्ट लिखा, एंगस मैडिसन। तो उन्होंने 2000 वर्ष दुनिया के अन्य देशों के अध्ययन किया। उन 2000 वर्षों के जो दुनिया के इतिहास है विश्व के अन्य देशों के, उन सबसे उन्होंने कहा भारत में सदैव हमेशा के लिए एक श्रेष्ठ सभ्यता के नाते, सिविलाइजेशन के नाते और संपद भरित, हमेशा एक इकोनॉमिकली प्रॉस्परस ऐसे एक समाज यहां रहा है। उन्होंने उसका उल्लेख किया, आंकड़े दिए, उदाहरण दिए। एंगस मैडिसन का रिपोर्ट सिद्ध करता है भारत कैसे एक सोने की चिड़िया हम कहते हैं, वो सच में वास्तव था, वो काल्पनिक कथा नहीं थी। यहाँ के लोगों ने अपने परिश्रम से, प्रतिभा से उन्होंने एक अत्यंत आर्थिक दृष्टि से उन्नत राष्ट्र के समाज के निर्माण किया। सामाजिक दृष्टि से किया, ये चीन के यात्रियों ने लिखा, ह्युएत्सांग और पाहियान ने। ऐसे एक समाज हमारे यहाँ रहा है। 1000 വർഷം മുമ്പ് നമ്മുടെ പ്രദേശത്ത് യാത്ര ചെയ്ത ചൈനീസ് ചിന്തകനായിട്ടുള്ള ഫങ്സാങ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വെച്ച് ഭാരതം നേടിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച്, ഗ്രാമീണ ജീവിതം നേടിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നു. നമ്മുടെ മെഡിക്കൽ സയൻസിൽ വളരെയധികം ശ്രേഷ്ഠനായി അറിയപ്പെടുന്ന മാഗ്നസ് മെഡിസിൻ, അദ്ദേഹം ലോകം മുഴുവൻ നടത്തിയിട്ടുള്ള യാത്രകൾക്ക് ശേഷം, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഭാരതം നേടിയിട്ടുള്ള ഈ വളർച്ചയെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 2000 വർഷത്തോളമുള്ള ലോകങ്ങളുടെ നാഗരികതയെ കുറിച്ച് അദ്ദേഹം പഠിച്ചതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ നാഗരികതയും അതുപോലെ തന്നെ സമ്പന്നതയും, ഒരു തരത്തിലുള്ള ഉയർന്ന സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഭാരതത്തിന്റെ ഏത് മേഖലയിലും കാണാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. സാമാജികമായിട്ടുള്ള ഭാരതം നേടിയിട്ടുള്ള ഉയർച്ചയെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച് ചൈനീസ് യാത്രികൻ പറഞ്ഞതുപോലെ മറ്റു മേഖലകളിൽ ഭാരതം നേടിയെടുത്തിട്ടുള്ള, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഗ്നസ് മെഡിസിൻ അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ ഗ്രന്ഥങ്ങളിലൂടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. उसी प्रकार प्रसिद्ध गांधीवादी धर्मपाल जी, उन्होंने भारत में 18th सेंचुरी तक कैसे यहाँ शिक्षा, एजुकेशन और आर्थिक व्यवस्था कैसे श्रेष्ठ प्रकार की थी, उसको उन्होंने ब्रिटिश डॉक्यूमेंट से ही आधार बनाकर ग्रंथ लिखे हैं. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ അറിയപ്പെടുന്ന ശിഷ്യനായിട്ടുള്ള ശ്രീ ധർമ്മപാലൻജി 18ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഭാരതത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചും സാമ്പത്തികമായ മേഖലകളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വളർച്ചയെക്കുറിച്ചും കുതിപ്പിനെ കുറിച്ചും ബ്രിട്ടീഷ് രേഖകളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. इसलिए स्वातंत्र के 75 वर्ष पूर्ण होने के पश्चात अब अमृत महोत्सव के बाद हम अमृत काल कह रहे हैं इसको. इस अमृत काल में अपने को, भारत को पुनः एक बार उस स्वदेशी तत्व के आधार पर, स्वराज्य तत्व के आधार पर हम अपने ग्राम के, कुटीरों के, अपने समाज के एक स्वावलंबी आत्मनिर्भरता को स्थापित करना चाहिए. संघ के स्वयंसेवक देश भर में सेवा के और विकास के विभिन्न कार्यों और उपक्रमों द्वारा इसी प्रकार के एक समाज के पुनर्निर्माण के लिए कार्यरत हैं. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം സമ്പൂർണ്ണമാകുന്ന സമയത്ത് നമ്മൾ അമൃത മഹോത്സവം എന്ന തലത്തിൽ നിന്നും അമൃതകാലത്തിലേക്കുള്ള പ്രയാണത്തിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വതന്ത്രമായ വ്യവസ്ഥ, നമ്മുടെ സ്വതന്ത്രമായ രചന എല്ലാ മേഖലകളും ഉണ്ടാകണമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാമീയ ജീവിതത്തിൽ ആത്മനിർഭരത, സേവ, അതുപോലെ തന്നെ സമർപ്പണ ഭാവങ്ങൾ നമുക്ക് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. संघ के स्वयंसेवक
दैवी आपदा, नैसर्गिक आपदा आती है, प्राकृतिक आपदा आती है, उस समय तो सेवा कार्य करते ही हैं, राहत कार्य करते हैं। जैसे अभी वायनाड में लैंडस्लाइड हुआ तो किए, या सुनामी होता है तो करते हैं, अकाल पड़ता है तो करते हैं, कोरोना हो गया तो सेवा करते हैं। तो इसलिए संघ के स्वयं सेवक का ऐसे दैवी आपदा आने पर सेवा और राहत कार्य तो करते ही हैं। लेकिन केवल उतना ही नहीं, समाज के विकास के लिए, समाज के लोगों की उन्नति के लिए स्थायी प्रकल्पों के देश भर में कर रहे हैं। वो कच्छ में हो सकता है, या हिमालय के गोद में हिमाचल और उत्तराखंड में ऐसे ग्रामीण क्षेत्र में स्वास्थ्य के, शिक्षा के, स्वावलंबन के कार्य कर रहे हैं। पूर्व में असम में, त्रिपुरा में, मणिपुर में कई प्रकार के इसमें सेवा के और विकास के कार्य संघ के स्वयंसेवकों ने इसी प्रकार गांव-गांव में किसी न किसी प्रकार के लोगों से सहयोग से ऐसे छोटे छोटे प्रकल्प को प्रारंभ करते हुए समाज के अंदर एक आत्मविश्वास को, आत्म सामर्थ्य को जागृत करने का कार्य निरंतर कर रहे हैं। സംഘപ്രവർത്തനത്തിന്റെ ഇടയിൽ നമുക്ക് സംഘപ്രവർത്തനത്തിന്റെ ഭാഗമായി സേവാകാര്യങ്ങളെക്കുറിച്ച് സാമാജികമായ ജീവിതത്തിന് വെല്ലുവിളി ഉണ്ടാകുന്ന സമയത്ത്, പ്രകൃതിയുടെ വളരെ വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രവർത്തനങ്ങൾ ഏർപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ള വയനാട്ടിലുണ്ടായ സംഭവങ്ങൾ, അതുപോലെ മറ്റ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സ്വയം സേവകർ ആ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് മാത്രം പോരാ, നമുക്ക് സ്ഥായിയായ സേവാ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചെറുതും വലുതുമായ വളരെ ചെറിയ മാതൃകാപരമായ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്, സ്ഥായിയായ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനം നോക്കുന്ന സമയത്ത് ആസാം, മണിപ്പൂർ, ത്രിപുര പോലുള്ള ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ആ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുവാൻ നമ്മുടെ സ്വയം സേവകർക്ക് സാധിച്ചിട്ടുണ്ട്. तो इसलिए वो नगरीय क्षेत्र में हो, ग्राम क्षेत्र में हो, जनजाति क्षेत्र में हो, सीमा क्षेत्र में हो, हर जगह पर समाज के लोगों को छोटे छोटे समुदाय में वहां संगठित करना और एक जागृति लाना। तो दो प्रकार के विकास होना चाहिए, एक भौतिक विकास, एक आध्यात्मिक विकास। भौतिक विकास के दृष्टि से स्वावलंबन के केंद्र, शिक्षा के विद्यालय, स्किल सेंटर्स, स्वास्थ्य के दृष्टि से स्वास्थ्य केंद्र, इस प्रकार के कार्य चलाना एक। तो इसमें गो केंद्र हैं, गो सेवा केंद्र हैं, दूध उत्पाद हैं, कृषि उत्पन्न के कई प्रकार के हैं, वस्त्र उत्पाद के हैं। ऐसे भौतिक जीवन के उन्नति के लिए प्रयत्न एक दिशा में, लेकिन केवल भौतिक जीवन के उन्नति नहीं, समाज के अंदर एक सांस्कृतिक और आध्यात्मिक दृष्टि से भी मनुष्य के विकास होना चाहिए। इसलिए इन सारे प्रकल्पों के साथ उस प्रकार एक आध्यात्मिक सांस्कृतिक विषयों को भी जोड़कर स्वयंसेवक का विकास के समग्रता से करने का कार्य करते हैं। നഗരത്തിലായാലും പട്ടണങ്ങളിലായാലും ഗ്രാമമേഖലകളിലായാലും നമ്മൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളോട് ഇക്കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നു. ഒന്ന് ഭൗതികമായ വികാസം, അതുപോലെ തന്നെ ആധ്യാത്മികമായ അല്ലെങ്കിൽ സാംസ്കാരികമായ വികാസം. ഭൗതികമായ വികാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സ്വാധ്യായം, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ വഴിയുള്ള വിദ്യാഭ്യാസം, സ്കിൽസ് സെന്റേഴ്സ്, അതുപോലെ തന്നെ പാലിന്റെ ഗോസേവാ കേന്ദ്രിതമായ പ്രവർത്തനങ്ങൾ, വസ്ത്രനിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭൗതികമായ വികാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കേവലമായി ആ കാര്യങ്ങൾ മാത്രം നമ്മുടെ പ്രവർത്തനത്തിലൂടെ നിർമ്മിച്ച് മാത്രം പോരാ. ആധ്യാത്മികമായ അല്ലെങ്കിൽ സാംസ്കാരികമായ മുന്നേറ്റത്തെക്കുറിച്ച് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. तो संघ के कार्यकर्ता जब तुलसी राजा सांस्कारिक निलयम की स्थापना यहाँ के समिति द्वारा करे तो मुझे स्वाभाविक रूप से इसके एक संदेश, इसके एक संकेत, इसके एक सिंबलिज्म ध्यान में आया। तो जैसे मैंने कहा, अमृत काल में यह कार्य संपन्न हो रहा है। जैसे हम सब जानते हैं, केरल वर्मा केरल सिंह तुलसी राजा एक वैदेशिक राज्य के विरुद्ध आवाज उठाए संघर्ष किया 18वीं सदी में। तो इस क्षेत्र के लोगों को उन्होंने जागृत किया, विदेशी आक्रामकता के विरुद्ध एक संघर्ष खड़ा। आज भारत के ऊपर कई प्रकार के विदेशी आक्रमण सांपत्तिक क्षेत्र में, आर्थिक क्षेत्र में
टेक्नोलॉजी से, वैचारिक दृष्टि से वो भी होते हैं। इसलिए समाज को इस दृष्टि से भी सशक्त, सजग रखना चाहिए, जागरूक रखना चाहिए। तो इसलिए एक एक गांव में भी स्वावलंबिता के आधार पर स्वराज्य के, स्वदेशी के इस शंखनाद को करते रहना पड़ेगा। तो इसलिए अपने देश के आर्थिक दृष्टि से बचाने के लिए विदेशी आक्रमण से हमें तुलसी राजा के स्मृति में ये जो कार्य हम प्रारंभ किए, यह हमें प्रेरणा देगी। इसलिए क्योंकि हम अपने ग्राम जीवन को आत्मनिर्भर बनाएं। ഈ പഴശ്ശിരാജ സേവാകേന്ദ്രത്തിന്റെ സമർപ്പണത്തിൽ സന്ദേശം എന്ന രീതിയിൽ പറയുവാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അമൃതകാലത്തിലാണ് ഈ ചടങ്ങ് ധന്യമാകുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ നമുക്ക് ഏവർക്കും അറിയാം, വിദേശ ഭരണത്തിനെതിരെ പോരാടിയ 18ാം നൂറ്റാണ്ടിൽ അതിന് നേതൃത്വം നൽകി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഉണർത്തിയ വീര മഹാരാജാവാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും, ഇന്നും ഭാരതത്തിനെതിരെ വൈദേശികമായിട്ടുള്ള പലതരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് സാമ്പത്തിക മേഖലയിലായാലും ശരി, ടെക്നോളജിയുടെ മേഖലയിലായാലും ശരി, വൈചാരിക സാംസ്കാരിക കാര്യങ്ങളായാലും ശരി, നിരന്തരമായ അക്രമങ്ങൾ ഇന്നും ഭാരതം നേരിടുകയാണ്. നാം നമ്മുടെ ഈ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് സ്വദേശി കാര്യം മുൻനിർത്തിക്കൊണ്ട് പഴശ്ശിരാജാവിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ അതേ അതിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ സ്വദേശിയിലൂന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നാം അതിനു വേണ്ടിയിട്ടുള്ള ഊന്നൽ നൽകണമെന്നുള്ളതാണ് പറയുന്നത്. स्वयं सेवक सेवा के कार्य में समाज संगठन के साथ साथ वो निरत है, उसमें सक्रिय है। स्वयं सेवक यही गाता है, हम संघ में कहते हैं, सेवा ही यज्ञ कुंड समिधा समहम जले, ध्येय महासागर में सलिल रूप बहे। तो सेवा के इस यज्ञ कुंड में समिधा के रूप में हमको जलना चाहिए और ध्येय के एक महासागर में एक एक बूंद, एक एक स्वयंसेवक, उनके परिवार, उस सागर में हम बहते जाएं, ताकि हम जिस समाज के सपने को लेकर जीवन यात्रा कर रहे हैं वह साकार हो। इस दृष्टि से स्वयंसेवक प्रयत्नरत हैं। സ്വയംസേവർ സേവാകാര്യം ചെയ്യുന്നു, സംഘടനാ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവർക്കും അറിയാം, നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന സങ്കല്പം സേവാ ഈ യജ്ഞ കൊണ്ട് സവിതാഹം സഭിച്ചല് എന്നുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തുന്ന ഗീതം തന്നെയാണ്. സേവയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും ധ്യേയകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും ഓരോ സ്വയംസേവകരും അവരുടെ കുടുംബവും മുഴുവൻ കുടുംബങ്ങളും അതിൽ സമർപ്പിതമാകുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. स्वयं सेवकों ने, कार्यकर्ता ने, उनके परिवार ने समाज के सहयोग से, समाज के साथ लेकर जो ये कार्य संपन्न किया है, इसलिए उनके मैं हार्दिक अभिनंदन देता हूं। ഇവിടെയുള്ള സ്വയംസേവകരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഈ കാര്യം സമ്പൂർണ്ണമാക്കുവാൻ വേണ്ടി വളരെ വലിയ മഹനീയമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയം അവരെ അഭിനന്ദിക്കുവാനും ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. मुझे यहाँ बताया कि 10 वर्ष से ये कार्य करने के लिए प्रारंभ किए। मैंने कहा 10 वर्ष क्यों लगा? तो वैसे तो इस भवन के लिए 10 वर्ष नहीं लगना चाहिए, लेकिन यहाँ के स्वयंसेवक सामान्य परिवार के हैं। समाज से थोड़ा थोड़ा धन इकट्ठा करते हुए कई प्रकार के बीच बीच में समस्या भी आती है, तो स्वयंसेवकों ने कार सेवा किए, उन्होंने अपने श्रमदान किए। तो ऐसे करते करते यह एक कट्टर के भवन के निर्माण हुआ। तो इसका अर्थ लगातार एक श्रद्धा रखने के कारण कार्य संपन्न हुआ। केवल कुछ लोगों के डोनेशन से कार्य नहीं हुआ, इसके पीछे श्रद्धा के, अपने परिश्रम के पसीने हैं। तो इस कारण से इस कार्य की पवित्रता बढ़ गई। ഞാൻ ഇവിടുത്തെ സ്വയംസേവകരോട് ചോദിക്കേണ്ടായി, എത്ര വർഷമായി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന്. 10 വർഷമായി ഇവിടെ നടക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് 10 വർഷം? അപ്പൊ അവര് പറഞ്ഞത്, ഈ പ്രദേശത്തുള്ള ആളുകൾ സാധാരണക്കാരനാണ്. ചെറിയ ചെറിയ സംഭാവനകളിലൂടെ, കുടുംബങ്ങളിലൂടെ, സ്വയംസേവകരുടെ സമർപ്പണങ്ങളിലൂടെയാണ് അത് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിനിടയിൽ അതിനെ തടസ്സപ്പെടുന്ന രീതിയിൽ, അതിന് വിഘാതമുണ്ടാകുന്ന രീതിയിൽ ചിലപ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ. ശ്രദ്ധേയമായ കാര്യം, മുഴുവൻ കുടുംബങ്ങളുടെയും സമർപ്പണത്തിലൂടെ, അത് ചെറുതായാലും വലിയ ഡൊണേഷൻ ഒന്നും സ്വീകരിക്കാതെ സ്വയംസേവകരുടെ സമർപ്പണങ്ങളിലൂടെ, കുടുംബങ്ങളുടെ സമർപ്പണത്തിലൂടെയാണ് ഇത് സമ്പൂർണ്ണമായത്. അതുകൊണ്ട് ഇത് കേവലം ഒരു സമർപ്പണം എന്നതിലുപരി ആ സ്വയംസേവകരുടെയും കുടുംബങ്ങളുടെയും വേർപ്പിന്റെയും കൂടി സമർപ്പണമാണിത്. അതുകൊണ്ടാണ് ഇതിന്റെ മഹത്വം പലവരും വർദ്ധിക്കുന്നത്.
അതിന്റെ പവിത്രതയും വർദ്ധിക്കുന്നത്. मुझे एक कहानी याद आती है. जापान में एक बौद्ध सन्यासी थे, उनका नाम था टेत्सुगन. टेत्सुगन वो बौद्ध सन्यासी जापानी भाषा में बौद्ध धार्मिक साहित्य जो है, ग्रंथ है, उसको अनुवाद करके उसको मुद्रित छाप कर देने के लिए प्रयत्न किया. उसको अनुवाद करने में समय लगता है और उसके लिए खर्चा लगता है, क्योंकि कुछ लोगों के लिए कई वर्षों के काम है. तो उसको परिभाषित करने के बाद, अनुवाद करने के बाद उसको छापना है. तो इसलिए वो एक प्रोजेक्ट बना. उसके लिए कुछ धन संग्रह करने के लिए टेत्सुगन समाज के अंदर लोगों के पास जाकर धन इकट्ठा किए. तो ये धन इकट्ठा करके वो करने का प्रोजेक्ट उन्होंने प्रारंभ किया. ഒരു കഥ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. ജപ്പാനിലെ അറിയപ്പെടുന്ന ബുദ്ധ സന്യാസിയായിട്ടുള്ള ടെത്സുഗൻ, അദ്ദേഹം ജപ്പാനീസ് ഭാഷയിലെ വളരെ പ്രഖ്യാതമായ ഗ്രന്ഥങ്ങളുടെ ട്രാൻസ്ലേഷൻ, അതിന്റെ പരിഭാഷ നടത്തണമെന്നുള്ള രീതിയിൽ ചിന്തിച്ച സമയത്ത് അതിന്റെ പരിഭാഷക്കായാലും ശരി, അതിന്റെ അച്ചടി കാര്യങ്ങൾക്കായാലും ശരി, വലിയ സാമ്പത്തിക ചെലവ് വരും എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പ്രദേശത്തിലെ ആളുകളെ, സമ്പന്നരായിട്ടുള്ള ആളുകളെ സമീപിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. तो जब धन इकट्ठा किया, कार्य प्रारंभ करना था, तब तक क्या हो गया, सूखा पड़ गया, अकाल पड़ गया, फेमिन, ड्रॉट हो गया. तो ड्रॉट हो गया तो लोगों के लिए हाहाकार मच गया. पानी नहीं, खाने के लिए चीज नहीं है. तो इसलिए उस ड्रॉट के लिए, राहत कार्य के लिए, रिलीफ वर्क के लिए, वो जो सारे पैसा जो इकट्ठा हुआ था उसको उन्होंने टेत्सुगन ने दे दिया, ताकि जनता के सुख के लिए वो धन खर्च कर दिया. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? അദ്ദേഹം പൈസ സമ്പാദിക്കുന്നതിനിടയിൽ ആ പ്രദേശത്തെ മുഴുവൻ വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ട് രോഗമുണ്ടായി, മഹാമാരിയുണ്ടായി, ജനങ്ങൾക്ക് വെള്ളമില്ല, ആരോഗ്യം നഷ്ടപ്പെടുന്ന സ്ഥിതി. ആ സമയത്ത് നേരത്തെ പറഞ്ഞ ടെത്സുഗൻ അദ്ദേഹം ഈ പുസ്തക കാര്യത്തിന് വേണ്ടി സ്വരൂപിച്ചിട്ടുള്ള മുഴുവൻ തുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സേവന കാര്യങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ഉണ്ടായത്. पुनः उन्होंने 4-5 साल लगाकर धन इकट्ठा किया, पैसे इकट्ठा किया. तो करना था काम. तब तक बाढ़ आ गए, प्रवाह आ गया, फ्लड आ गए. तो फिर लोगों के कष्ट हो गया. तो फिर टेत्सुगन बौद्ध सन्यासी, लोगों के लिए उनका हृदय द्रवित होता है, करुणा है. तो इसलिए उन्होंने कहा पुस्तक तो बाद में करेंगे. तो फिर पैसा बाहर खर्चा करके जो फ्लड में लोग कष्ट में थे, उनके राहत रिलीफ कार्य के लिए खर्चा कर दिया. പിന്നീട് അദ്ദേഹം വീണ്ടും 4-5 വർഷത്തിന് ആ സമയം കൊണ്ട് വീണ്ടും ധനം സമ്പാദിച്ചു. പക്ഷെ വീണ്ടും നേരത്തെ ഉണ്ടായതുപോലെ ആ പ്രദേശത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, ജനങ്ങൾക്ക് വളരെ വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടായി. ആ സമയത്ത് ടെത്സുഗൻ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തെക്കാൾ വലുത് ആ പ്രദേശത്തിന്റെ സേവന കാര്യങ്ങളാണെന്നുള്ള ചിന്തയോടുകൂടി അന്ന് 4-5 വർഷമായി അദ്ദേഹം സമ്പാദിച്ച പൈസ വീണ്ടും ജനങ്ങളുടെ സേവന കാര്യാർത്ഥം നൽകുകയാണ്. तो तीसरे बार फिर उन्होंने प्रारंभ किया, छोड़ा नहीं है, क्योंकि उन्होंने जो कार्य सोचा था वो तो करना ही था, बीच बीच में समाज की सेवा भी करना था. तो टेत्सुगन बौद्ध सन्यासी तीसरे बार धन संग्रह किया. तब तक उनके आयु 80 साल का उम्र हो गया था. लेकिन टेत्सुगन अपनी श्रद्धा से तत्पर होकर इस कार्य को संपन्न किया. तीसरे बार उनके कार्य संपन्न हो गया, पुस्तक अनुवाद भी हो गए, उसको छाप भी दिए, लोगों के पास पहुंच भी गया. तो उन्होंने अपने जीवन में सब प्रकार के सेवा भी करते हुए मूल श्रद्धा को नहीं छोड़े, कार्य संपन्न किया. മൂന്നാമത്തെ പ്രാവശ്യം പക്ഷേ ടെത്സുഗൻ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി വീണ്ടും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. മൂന്നാമത്തെ പ്രാവശ്യം ഈ കാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വളരെ വൃദ്ധനായിരുന്നു, 80 വയസ്സായി. പക്ഷേ ശ്രദ്ധയോടുകൂടി, ആത്മാർത്ഥയോടുകൂടി അദ്ദേഹം വീണ്ടും ഈ കാര്യത്തിൽ ഏർപ്പെട്ടു, ധനം സംഭരിച്ചു. അദ്ദേഹത്തിന്റെ വളരെ പ്രായം കൂടിയ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ നിഷ്ഠ അദ്ദേഹം കൈവിട്ടില്ല. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന് സമ്പൂർണ്ണമാക്കാൻ സാധിച്ചു. പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു. ജീവിതത്തിലെ ഈ ഇടവേള 3 സന്ദർഭങ്ങളിലുണ്ടായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ കാര്യങ്ങൾ സേവാപ്രവർത്തനം ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പുസ്തക പ്രകാശനം എന്ന വലിയ ആഗ്രഹവും അദ്ദേഹം നിറവേറ്റി. സേവാപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ വിജയിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. तो लोगों ने जो ग्रंथ खरीदा अपने अपने घर के लिए, तो उन्होंने एक कमेंट किया, ये दिस इज द 3rd एडिशन ऑफ द बुक, ये तीसरा एडिशन है, लेकिन पहले 2 एडिशन ये तीसरे एडिशन से उत्तम एडिशन है. ऐसे लोगों ने कमेंट किया.
ഇത് വാങ്ങിയ മുഴുവൻ ആളുകളും പറയുകയുണ്ടായി, ഇത് പുസ്തകത്തിന്റെ 3ാമത്തെ പതിപ്പാണ്, 3rd എഡിഷനാണ്. പക്ഷെ ഇതിന്റെ 1ഉം 2ഉം പതിപ്പുകളാണ് ഇതിലും മികച്ച പതിപ്പുകളെന്ന് അവരെല്ലാവരും പറയുകയുണ്ടായി. तो ऐसे स्वामी विवेकानंद ने भारत के समाज के जो मूल तत्व है उन्होंने 2 शब्दों में स्वामी विवेकानंद जी ने कहा था, त्याग और सेवा, सैक्रिफाइस एंड सर्विस. ये अपने समाज के मूल तत्व है. इसलिए घर में हम अपने घर के लोगों के लिए त्याग करते हैं, उनकी सेवा करते हैं. ग्राम में हम लोगों के लिए त्याग करें, सेवा करें. समाज में हम अपने चीजों को त्याग करें, अपने स्वयं के स्वार्थ को, और समाज की सेवा करें. त्याग और सेवा यह भारत के श्रेष्ठ संदेश है. स्वामी विवेकानंद ने यही कहा. यहाँ के संघ के स्वयंसेवकों ने भारत के इस संदेश को अपने जीवन में चरितार्थ कर दिया. इसलिए मैं उनके प्रति अभिवादन करता हूँ. സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായിട്ടുണ്ട്, ഭാരതത്തിന്റെ മൂലതത്വം 2 കാര്യങ്ങളാണ്. 2 ശബ്ദങ്ങളിലൂടെ അതിനെ നമുക്ക് മനസ്സിലാക്കാം. അത് ത്യാഗവും സേവനവുമാണ്. ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് സാക്രിഫൈസ് സേവ എന്ന് പറയും. ത്യാഗം ചെയ്യുന്നു, നമ്മൾ സ്വന്തം വീടിന് വേണ്ടി ചെയ്യുന്നു. നമ്മൾ ഈ കാര്യം തന്നെ ത്യാഗവും സേവനവും നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി ചെയ്യുന്നു. സ്വയം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിന്റെ തത്വമായി പറഞ്ഞത് ഇതേ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്തുള്ള സ്വയം സേവകർ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതും വിജയിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എന്റെ ഹൃദയപൂർവ്വമുള്ള അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. यह सांस्कारिक निलय यहाँ के इस ग्राम के और आसपास के गांव के लोगों के भौतिक और आध्यात्मिक जीवन के सुख, संतोष और समृद्धि लाने में पूर्ण रूप से सफल हो. यहाँ आज 3-4 प्रकार के जो आयाम आपने प्रारंभ किया है, महिलाओं के स्वावलंबन है, आर्ट एंड म्यूजिक, डांस के बारे में है, ग्रंथालय, वाचनालय है. तो इस प्रकार के जो प्रकल्प हमने किया है, इसके आयाम बढ़े, लोगों के सहयोग भी मिलते जाएं, भगवान की कृपा हो. तो इस प्रकार यह पलसी राजा सांस्कारिक निलय इस समाज के बीच में एक दीप स्तंभ के नाते, एक प्रेरणा केंद्र के नाते पूर्ण रूप से विकसित होते हुए अपने उद्देश्य के सफलता में संपूर्ण प्राप्त करे. ऐसे मैं भगवान से प्रार्थना करता हूँ. आप सभी को मंगल कामनाएं देता हूँ. नमस्कार. ഈ സാംസ്കാരിക നിലയം ഇവിടുത്തെയും തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശത്തിലെയും മുഴുവൻ ജനങ്ങളുടെ ആധ്യാത്മികമായും സാമ്പത്തികമായും വളർച്ചയുടെ പ്രേരണയായി വർദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രന്ഥാലയം, അതുപോലെ തന്നെ നൃത്ത കാര്യങ്ങൾ, അതുപോലെ നിരവധിയായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഭാവിയിൽ അതിന്റെ എണ്ണം വർദ്ധിക്കട്ടെ എന്നും ഈ പ്രദേശങ്ങളുടെ അതുപോലെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുടെ വളർച്ചയുടെ ഒരു വലിയ കേന്ദ്രമായ ഒരു ദീപസ്തംഭം പോലെ അത് പൂർണ്ണമായി വികാസം പ്രാപിച്ചുകൊണ്ട് ജ്വലിക്കട്ടെ, ഉയരട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.